നമസ്കാരം. നടൻ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ വർഷമാണിത്. മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം നടൻ വാർത്തകൾ നിറഞ്ഞു നിന്നത്. അടുത്ത കാലത്തായി കേരളത്തിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ താരാഘോഷത്തിലാണ് ഭാഗ്യയുടെ വിവാഹം നടന്നത്. ഇതിന് പിന്നാലെ താരകുടുംബത്തിൽ മറ്റൊരു വിവാഹം കൂടി നടക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിലും കുടുംബം പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ മകൾ ഭാഗ്യലക്ഷ്മിയുടെ വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സജീവമാകുന്നത്. കഴിഞ്ഞ വർഷം നടന്ന താരവിവാഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട വിവാഹം ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വിവാഹത്തിൽ പങ്കെടുത്ത് വധുവരന്മാരെ ആശീർവദിക്കാൻ കേരളത്തിൽ എത്തിയിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും വിവാഹത്തിൽ അതിഥിയായികളായി എത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത്. ഭാഗ്യയുടെ വളരെ നാളുകളായുള്ള സുഹൃത്ത് ശ്രേയസാണ് താരപുത്രി വിവാഹം ചെയ്തത്. മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ്. വിവാഹശേഷം ഇരുവരും കുറെ കാലം വിദേശത്തായിരുന്നു. കുടുംബജീവിതം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുന്ന മകൾ ഭാഗ്യയ്ക്കും മരുമകൻ ശ്രേയസിനും ആശംസകൾ നേർന്ന നടൻ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടിയിരുന്നു. മകളുടെയും മരുമകന്റെയും മനോഹരമായ ദാമ്പത്യം കണ്ട് താൻ അഭിമാനിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി കുറിച്ചത്. ഒപ്പം കുടുംബ ചിത്രങ്ങളും താരം പങ്കുവച്ചു. ഒരുമിച്ചുള്ള ഒരു വർഷം, ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ. എന്റെ പ്രിയപ്പെട്ട ഭാഗ്യയും ശ്രേയസും, നിങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികത്തിൽ നിങ്ങൾ പങ്കിടുന്ന മനോഹരമായ ബന്ധത്തിൽ ഞാൻ എത്ര അഭിമാനിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രത്യേക ദിനം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ ആരോഗ്യം അതിനായി അടുത്തിടെയായി സഹകരിക്കുന്നില്ല. എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടുവെന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹസികതയുടെയും ഇനിയും നിരവധി വർഷങ്ങൾ ഒരുമിച്ചുണ്ടാകട്ടെ. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി വളരട്ടെ. വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു. ഒന്നാം വാർഷിക ആശംസകൾ എന്നാണ് സുരേഷ് ഗോപി കുറിച്ചത്. നിരവധി പേരാണ് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ ഭാഗ്യയ്ക്കും ശ്രേയസിനും ആശംസകൾ നേർന്നെത്തിയത്. ഒപ്പം സുരേഷ് ഗോപിക്ക് എന്താണ് അസുഖമെന്ന് തിരക്കിയും കമന്റുകൾ എത്തി. പുതിയ കുടുംബ ചിത്രങ്ങളിലും നടൻ അല്പം അവശനാണ്. നിരവധി പേരാണ് ആരോഗ്യം വീണ്ടെടുത്ത് വരാൻ നടന് പ്രാർത്ഥനകൾ നേരുന്നത്. മറ്റു ചിലർ ഒരു വർഷം കടന്നുപോയില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും വർഷങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോകുന്നുവെന്നും കുറിച്ചു. മകളുടെ ആദ്യ വിവാഹം വാർഷികത്തിൽ സുരേഷ് ഗോപി പങ്കുവച്ച പോസ്റ്റ് വളരെ രീതിയിൽ വൈറലാവുകയാണ്. 2019 നിന്ന് 2020 എത്തിയപ്പോഴുള്ള മാറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഭാഗ്യയുടെ പോസ്റ്റ് എത്തിയിരുന്നത്. പോസ്റ്റ് മാത്രമല്ല, ഒരു വർഷം പൂർത്തിയാക്കുന്ന ദിവസമാണ് ഭാഗ്യ സുരേഷ് തന്റെ കല്യാണ വീഡിയോയും പങ്കുവച്ചത്. എത്രത്തോളം വലിയ കളർഫുൾ സെലിബ്രേഷൻ ആയിരുന്നു ഭാഗ്യയുടെ ഓരോ ചടങ്ങുകളും എന്ന് ആ വീഡിയോയിൽ വ്യക്തം. മോദി കൈ പിടിച്ചു കൊടുത്തത് മാത്രമല്ല, രാധികയുടെ ഡാൻസ് അടക്കം മലയാളികൾ ആ കല്യാണത്തിൽ ഇതുവരെ കാണാത്ത ചില കാഴ്ചകളും വീഡിയോയിലുണ്ട്. ഭാഗ്യ ശ്രേയസിന്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് എന്നാണ് വധുവിന്റെ സഹോദരിമാർ പറയുന്നത്. 10 വർഷത്തെ ബന്ധമാണ് ഇവരും. പെട്ടെന്ന് വിവാഹിതരാകുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് കുടുംബത്തിലുള്ളവർ പങ്കുവെക്കുന്നു. അവർ ഒരുമിച്ച് വളർന്നതാണെന്നാണ് സഹോദരി ഭാവനി സുരേഷ് പറഞ്ഞത്. കുടുംബത്തിലെ ആദ്യത്തെ അളിയനാണ് ശ്രേയസ്. ആ സന്തോഷം മാധവും സുരേഷും ഗോകുൽ സുരേഷും പങ്കുവെക്കുന്നുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ ഒറ്റക്കൊമ്പനാണ്. സുരേഷ് ഗോപിയുടെ 250ാമത് ചിത്രമായാണ് ഗോകുലും ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ ആദ്യ മലയാള ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ മാത്യൂസ് തോമസ് ആണ്. രചന നിർവഹിച്ചത് ഷിബിൻ ഫ്രാൻസിസ്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.